ഹലോ നമസ്കാരം, സൈലം ബി എസ് സിയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ HSA നോട്ടിഫിക്കേഷൻ സാറേക്ക് വന്നിട്ടുണ്ട്. അതെ അല്ലെ, ഉദ്യോഗാർത്ഥികൾ കുറെ കാലങ്ങളായി നമ്മളോട് ചോദിക്കുന്നത്. കാരണം കഴിഞ്ഞ ബാച്ച് ഓൾറെഡി നമ്മൾ ലോഞ്ച് ചെയ്തിരുന്നു. അപ്പൊ പുതിയ ബാച്ച് തുടങ്ങുന്നുണ്ടോ എന്ന് ഒരു പുതിയ വർഷം പിറന്നപ്പോ തൊട്ട് എല്ലാവരും ചോദിച്ചോണ്ടിരിക്കുക. കാരണം നോട്ടിഫിക്കേഷൻ ഒരു പുതുവത്സര സമ്മാനം പോലെ PSC നമുക്ക് തന്നു. അപ്പൊ ഇനി കട്ടയ്ക്കുള്ള ഒരു പഠിത്തമാണ് നമുക്ക് വേണ്ടത്. അപ്പൊ എന്തായാലും പറഞ്ഞതുപോലെ സൈലം PSC പുതിയ ബാച്ചുകൾ ലോഞ്ച് ചെയ്യുന്നു. ഈ വരുന്ന ജാനുവരി 15 നമ്മുടെ HSA വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ സബ്ജക്റ്റുകളുടെ ക്ലാസ്സുകൾ ആരംഭിക്കാൻ പോവുകയാണ്. സാർ ഏതൊക്കെയാ സബ്ജക്റ്റുകൾ? അപ്പൊ അവർക്കറിയാം ഏതൊക്കെയാണ് വന്നിരിക്കുന്നത്. HSA നാച്ചുറൽ സയൻസ് ഉണ്ട്, ഫിസിക്കൽ സയൻസ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, മാത്സ് ഉണ്ട്. ഇതിന് 4നും വേണ്ടിയിട്ടുള്ള പുതിയ ബാച്ചുകളാണ് ഈ വരുന്ന ജനുവരി 15 മുതൽ നമ്മൾ എന്ത് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ പുതുതായിട്ട് കുറെ ആൾക്കാർ പഠിക്കാനായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ എന്താണ് ഈ പറയുന്നത് HSA പരീക്ഷാ രീതികളൊക്കെ ഒരുപക്ഷെ മാറി എന്നൊക്കെ നമുക്ക് വരാം. ഇപ്പം എന്തോലും ഓൾറെഡി PSC ബാക്കി പരീക്ഷാ രീതികളൊക്കെ മാറി. അപ്പൊ ഇവിടെ കുറച്ചുകൂടെ ചിലപ്പോൾ രീതികളുടെ ചോദ്യങ്ങളുടെ മാറ്റങ്ങളിലൊക്കെ എന്ത് ചെയ്യും, മാറ്റങ്ങൾ വരാം അല്ലെ. എന്തായാലും എക്സ്ട്രാ സ്റ്റാൻഡേർഡ് ക്ലാസ് ആയിരിക്കും നമ്മൾ അല്ലെ. അപ്പൊ മാറുന്ന പരീക്ഷാ രീതികൾക്ക് അനുസരിച്ച് തന്നെ നമ്മൾ PSCയും HSAക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളുടെ രീതികൾ മാറ്റിക്കൊണ്ട് പുതിയ ബാച്ചുകൾ എന്ത് ചെയ്യാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പൊ നമുക്ക് ഏതൊക്കെ ബാച്ചുകളാണ്, ഏതൊക്കെ പ്രിയപ്പെട്ട അധ്യാപകരാണ് നിങ്ങളെ പഠിപ്പിക്കാനുള്ളത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. അപ്പൊ സാറേ തുടങ്ങിക്കോ. ആദ്യം തന്നെ നമുക്ക് HSA ഫിസിക്കൽ സയൻസിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ HSA ഫിസിക്കൽ സയൻസിന് തയ്യാറെടുക്കുന്നവർക്ക് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകരായിട്ടുള്ള നമ്മുടെ ദീപിക മേഡം ഉണ്ട്, വിദ്യാ മിസ് ഉണ്ട്, സരിത് ലാൽ സാർ ഉണ്ട്, അതേപോലെ തന്നെ ജംഷീന മിസ് ഉണ്ട്. ഇത്രയും പേര് നിങ്ങൾക്ക് ലീഡ് ചെയ്തുകൊണ്ട് ഈ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. ഓൾറെഡി ഇവര് എല്ലാവരും നമ്മുടെ ബാച്ചുകളിൽ ക്ലാസ്സസ് എടുത്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഇവരുടെ ക്ലാസ്സുകൾ നിലവാരവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്ത ബാച്ച് ഏതാണ് എന്ന് നമുക്ക് നോക്കാം. അടുത്ത ബാച്ച് നമ്മുടെ HSA ഇംഗ്ലീഷ് ആണ്. HSA ഇംഗ്ലീഷിന്റെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ജനുവരി 15 തന്നെയാണ്, മാറ്റമൊന്നുമില്ല. അപ്പൊ HSA ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ നമുക്ക് ആരുടെയൊക്കെ ഉണ്ട് എന്ന് നോക്കാം. നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഫാരിസ് സാറുണ്ട്. കഥകളിലൂടെയും തമാശകളിലൂടെയും കാര്യത്തിലൂടെയും സീരിയസ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് HSA ഇംഗ്ലീഷ് പഠിപ്പിക്കാനായിട്ട് ഫാരിസ് സാറുണ്ട്. കൂടെ കട്ടയ്ക്ക് പിടിച്ചു നിൽക്കാനായിട്ട് ആരുമുണ്ട്, നിസാം സാറ് നമുക്ക് ഉണ്ട്. ഓക്കെ, അടുത്ത ബാച്ച് ഏതാണ് നോക്കാം സാറേ. യെസ്, അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ HSA മാത്തമാറ്റിക്സ് ആണ്. ഒരു പുപ്പുലി ഐറ്റം ആണ് നിങ്ങൾക്ക് എന്തായാലും പഠിപ്പിക്കാനായിട്ട് വരുന്നത്. സ്റ്റാർട്ട് ചെയ്ത് ജനുവരി 15 തന്നെയാണ്. അപ്പൊ HSA മാത്തമാറ്റിക്സ് നിങ്ങളെ പഠിപ്പിക്കാനായി വരുന്നത് നിങ്ങൾക്ക് അറിയാം. കഴിഞ്ഞ ബാച്ചിലൊക്കെ വളരെയധികം നല്ല പെർഫോം ചെയ്തിട്ടുള്ള നമ്മുടെ സ്വന്തം അജ്മൽ സാർ ആണ് നിങ്ങൾക്ക് മാത്തമാറ്റിക്സ് എടുക്കാനായിട്ട് ഉണ്ടാവുക. ഇനി നമുക്ക് അടുത്ത ബാച്ചിലേക്ക് അടുത്ത ബാച്ച് നമ്മുടെ നാച്ചുറൽ സയൻസ് ബാച്ച് ആണ്. അതും സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് തന്നെയാണ് ജനുവരി 15 തന്നെയാണ് നാച്ചുറൽ സയൻസിന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നാച്ചുറൽ സയൻസിന്റെ ബാച്ചിൽ നിങ്ങൾക്ക് ടോപ്പിക്കുകൾ കവർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്വാതി മേഡമാണ് നിങ്ങളുടെ കൂടെ ഉണ്ടാകുക കേട്ടോ. അതായത് ഈ കോഴ്സ് അല്ലെങ്കിൽ ഈ ഒരു ബാച്ച് ലീഡ് ചെയ്യുന്നത് സ്വാതി മിസ് ആയിരിക്കും. ഒപ്പം നമ്മുടെ ഗസ്റ്റ് ഫാക്കൽറ്റീസും കാര്യങ്ങളും കേരളത്തിൽ ഇപ്പം പ്രഗത്ഭരായിട്ടുള്ള ഗസ്റ്റ് ഫാക്കൽറ്റീസ് ഈ പറയുന്ന ഇംഗ്ലീഷിനാണെങ്കിൽ ശരി, നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, അതെല്ലാം നിങ്ങൾ മാത്സിനകത്തൊക്കെ ആണെങ്കിലും ഗസ്റ്റ് ഫാക്കൽറ്റീസ് നിങ്ങൾക്ക് എന്തായാലും കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ഈ HSA ആ ഒരു എക്സാമിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാർട്ട് A നമുക്ക് 20 മാർക്ക് ഉണ്ട്. 20 മാർക്ക് GK. അതിൽ പ്രധാനമായും ഹിസ്റ്ററി, എക്കണോമിക്സ്, ജോഗ്രഫി, അതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സ്. അതെ, അതൊക്കെയാണ് നമുക്ക് വരിക. അപ്പൊ പാർട്ട് A നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട മൻസൂർ അലി സാറും അതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് കൈകാര്യം ചെയ്യാനായിട്ട് പ്രദീപ് സാറും ഉണ്ട്. പാർട്ട് A 20 മാർക്ക് ഇവർ രണ്ടുപേരും കൂടെ ചേർന്നായിരിക്കും എന്ത് ചെയ്യുക, കൈകാര്യം ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ബാച്ചിന്റെ സ്പെഷ്യാലിറ്റീസും കാര്യങ്ങളോടൊക്കെ നമുക്ക് നോക്കാം സാറേ. ഒബ്വിയസ്ലി അറിയാം, സൈലത്തിനെ കഴിഞ്ഞ ഇത്രയും കാലം നമ്മളെ കയ്യിൽ സ്വീകരിച്ച ഉദ്യോഗാർത്ഥികൾക്കറിയാം എന്തായാലും എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് തന്നെ ആയിരിക്കും HSAക്ക്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏറ്റവും എക്സ്പീരിയൻസ് ആയിട്ടുള്ള കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റീസ് തന്നെയാണ് നിങ്ങൾക്ക് വരിക. പിന്നെ അതേപോലെ നിങ്ങൾക്ക് ലൈവ് റെക്കോർഡഡ് ക്ലാസ്സസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അതേപോലെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾ മിസ്സായി പോലെ നിങ്ങൾ പേടിക്കേണ്ട. ആ ലൈവ് ക്ലാസ്സിന് റെക്കോർഡഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് എന്തായിരിക്കും അവൈലബിൾ ആയിരിക്കും. പിന്നെ നിങ്ങളുടെ പഠന സംബന്ധമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനും നിങ്ങളെ മൊത്തത്തിൽ ഒന്ന് നോക്കി നല്ല രീതിയിൽ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുവാൻ നിങ്ങളുടെ ഈ ഒരു കോഴ്സിൽ നിങ്ങളോടൊപ്പം തന്നെ നല്ലൊരു മെന്റർഷിപ്പ് പ്രോഗ്രാമും നമ്മുടെ സൈലം തരുന്നുണ്ട്. നിങ്ങളുടെ വിഷയങ്ങൾ സംസാരിക്കാനും പഠിക്കാനും പഠന സഹായത്തിനുമായിട്ട് ഒരു മെന്റർ നിങ്ങൾക്ക് ഉണ്ടാകും. പിന്നെ ടെസ്റ്റ് സീരീസുകൾ ഉണ്ടായിരിക്കും. നമ്മൾ ക്ലാസ്സിൽ എടുക്കുന്ന ടോപ്പിക്കുകളെ അടിസ്ഥാനമായിട്ട് ആണെങ്കിലും അതേപോലെ ഫുൾ എല്ലാ ടോപ്പിക്കും കവർ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് ടെസ്റ്റ് സീരീസും കാര്യങ്ങളും ഉണ്ടായിരിക്കും. പിന്നെ നമുക്ക് അഞ്ചാമത്തെ ഒരു സ്പെഷ്യാലിറ്റി മാറി വരുന്ന രീതി അല്ലെ, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ്. എപ്പോഴും എല്ലാവരും ബുദ്ധിമുട്ട് പറയുന്ന എങ്ങനെ ഇത് പഠിച്ചാൽ ഇത് എങ്ങനെ കിട്ടും എന്നുള്ള ഒരു പ്രശ്നം. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ എന്നുള്ള ഒരു ആശങ്ക ഇനി ആർക്കും തന്നെ വേണ്ട. ഒബ്വിയസ്ലി ആ ഒരു പാറ്റേണിൽ കൂടി നിങ്ങളെ തയ്യാറെടുപ്പിക്കുകയാണ് ഈ ഒരു ബാച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്ക് ആ 20 മാർക്കിന്റെ ഒരു GK, ആ ഒരു 20 മാർക്കിന്റെ GK നമുക്ക് ഏത് തലങ്ങളിൽ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് നമുക്ക് വരാവുന്നതാണ്. ബാക്കിയുള്ള ഒരു 80 മാർക്ക് നമുക്കൊരു PSC നോർമൽ പരീക്ഷ രീതിയിലൊക്കെ
പോകുമെങ്കിലും 20 മാർക്ക് അവിടെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസും നമ്മുടെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഹൈ ലെവൽ അഡ്വാൻസ് ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ഇവിടെ വരാം അല്ലെ. അപ്പം ഇവിടെ നമുക്ക് ഈ ഒരു പുതിയ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ച് നിങ്ങൾക്ക് ഏത് രീതിയിൽ ചോദ്യം വന്നാലും അതെല്ലാം നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക ക്ലാസ്സസ് മുന്നോട്ട് കൊണ്ടുപോകുക. പിന്നെ നമുക്ക് ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് നമുക്കുണ്ട്. ഒബിയസ്ലി ടെസ്റ്റുകളും കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് മെന്റർമാരോടാണെങ്കിലും ഫാക്കൽറ്റീസിന്റെ അടുത്താണെങ്കിലും ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള ഒരു സെഷൻസ് നമ്മൾ എന്ത് ചെയ്യും പ്രൊവൈഡ് ചെയ്യും. ഒപ്പം ക്വസ്റ്റ്യൻ പേപ്പർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ക്വസ്റ്റ്യൻ പേപ്പർ PYQs നമ്മൾ വർക്ക്ഔട്ട് ചെയ്യേണ്ട ഒരു അതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻസ് വരും എന്ന് നമുക്ക് ഇത് ആന്റിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ PYQs നിങ്ങൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യണം ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നുള്ളത് ഹൈ ക്വാളിറ്റി സ്റ്റഡി മെറ്റീരിയൽ ആണ് അല്ലെ. സൈലം നിങ്ങൾക്കായി തരുന്നത് ഈ ഒരു കോഴ്സിനോടൊപ്പം തന്നെ നമ്മുടെ ഏറ്റവും നല്ല സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിനോടൊപ്പം ഉണ്ടാവും. പിന്നെ റിവിഷൻ എക്സാംസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. പഠിപ്പിക്കുന്നതിനനുസരിച്ചും അല്ലാതെയുള്ള റിവിഷൻ എക്സാംസ് അത് PYQ ബേസ്ഡ് ആണെങ്കിലും അല്ലാതുള്ളതാണെങ്കിൽ നമ്മൾ ഇവിടുത്തെ എക്സ്പേർട്ട് ടീം തയ്യാറാക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം വെച്ച് നിങ്ങൾക്ക് റിവിഷൻ ഒരു ഷെഡ്യൂൾ അനുസരിച്ച് റിവിഷൻസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്ന കുറച്ച് ബാച്ചുകളാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ കുറെ പേർക്ക് ഉണ്ടാവും ഇനി ബാച്ചസ് വരുന്നുണ്ടോ, പുതിയ നോട്ടിഫിക്കേഷൻ വരുമോ, നമുക്ക് എക്സ്പെക്ട് ചെയ്ത് തന്നെ ഇരിക്കാം പുതിയ നോട്ടിഫിക്കേഷനുകളെ. അതെ, സോഷ്യൽ സയൻസിന്റെ ഒന്നും വന്നിട്ടില്ലല്ലോ എന്ന് കുറെ ആൾക്കാർ പറയുന്നത് അതൊന്നും പേടിക്കേണ്ട. സോഷ്യൽ സയൻസ് നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഇനി എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം നമ്മുടെ ബാച്ചിന്റെ ഫീസ് എത്രയാണ് അല്ലെ. സൈലം ഫീസ് തുടങ്ങിയ മുതൽ തന്നെ നമ്മൾ പറഞ്ഞ ഒരു കാര്യമാണ്. കേരളത്തിലെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക എല്ലാ ബാച്ചസിന് എല്ലാ കോഴ്സുകൾക്കും നമ്മൾ കൊടുക്കുക. HSIക്ക് നമുക്ക് അതിന് മാറ്റം ഒന്നും നമ്മൾ വരുത്തിയിട്ടില്ല. കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ഫീസ് ഏറ്റവും മികച്ച രീതിയിൽ ഏറ്റവും നല്ല ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും നമ്മൾ. സാറേ ഫീസ് എത്രയാണ് സാർ തന്നെ പറഞ്ഞു? ഫീസ് അപ്പോൾ നമുക്ക് ഒരു വർഷം അല്ലെങ്കിൽ നിങ്ങളുടെ പരീക്ഷ ഡേറ്റ് വരെ നിങ്ങൾക്ക് കോഴ്സ് ഫീസായിട്ട് നമ്മൾ വാങ്ങുന്നത് 4,999 രൂപ മാത്രമാണ്. അതെ, 4,999 രൂപയ്ക്ക് നിങ്ങൾക്ക് HSIയുടെ ഏത് ബാച്ചിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാവുന്നത് ആണ്. ഓക്കെ, അപ്പൊ മറക്കണ്ട, ക്ലാസ് തുടങ്ങുന്നത് ഈ വരുന്ന ജനുവരി 15, 2025 ആരും മറക്കരുത്. ഇനി കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ ബോർഡ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നത് 9991000800 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് അഡ്മിഷൻസ് എടുക്കാം. നമ്മുടെ ആപ്പ് ത്രൂ വേണം നിങ്ങൾക്ക് അഡ്മിഷൻസ്. ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ വിളിച്ച് ബാച്ച് ജോയിൻ ചെയ്യുന്ന ഡൗട്ടുകൾ ഈ നമ്പറിൽ വിളിച്ച് ചോദിക്കാവുന്നതാണ്. അപ്പൊ 2025 ഒരു ഹൈസ്കൂൾ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപികയാകാൻ ആഗ്രഹിക്കുന്നവര് നല്ലതുപോലെ തന്നെ പഠിച്ചു തുടങ്ങുക. സൈലം PSCയുടെ ഒപ്പം തന്നെ പഠിക്കാം. നിങ്ങൾക്ക് ഇവിടെ കൊണ്ട് നമ്മൾ തീരുന്നില്ല കേട്ടോ. ഇനി ഇത് കഴിഞ്ഞുള്ള ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം നമ്മുടെ മൻസൂർ സാറ് LP UPക്ക് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ ജില്ലകളിലും ചെന്നിട്ട് സ്പെഷ്യൽ ഇന്റർവ്യൂ മോക്ക് സെഷൻസ് കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്. അതേപോലെ HSIക്ക് നമ്മൾ തരുന്നതായിരിക്കും. അപ്പൊ ഫുൾ പാക്കേജ് ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇവിടുന്ന് ഒരുമിച്ച് തന്നെ പഠിച്ചിറങ്ങി നമുക്ക് എന്ത് ചെയ്യാം ഒരു സർക്കാർ സ്കൂളിൽ തന്നെ നമുക്ക് ജോലി വാങ്ങിച്ച്. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ബോർഡ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. അപ്പൊ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നേരെ ക്ലാസ്സിൽ കാണാം. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.